നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെയാണ് ഇപ്പോൾ നിലവിൽ CPM കടന്നു പോകുന്നത്. കാലങ്ങളായി ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയായിരുന്ന കോർപ്പറേഷൻ ഭരണം കയ്യിൽ നിന്ന് പോയത് പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിലുള്ള ആത്മപരിശോധനകൾക്ക് ഇപ്പോൾ വഴിതെളിച്ചിരിക്കുകയാണ്. മുൻ മേയർ ആര്യ രാജേന്ദ്രന്റെ ഭരണശൈലിയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നിലപാടുകളുമാണ് ഈ കനത്ത പരാജയത്തിന് ആധാരമെന്ന രീതിയിലുള്ള രൂക്ഷമായ വിമർശനങ്ങളാണ് പാർട്ടി അണികൾക്കിടയിൽ പോലും ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ പോലും ഇപ്പോൾ ഉയർന്നു വരുന്നത്. നഗരസഭ ഭരണം BJP പിടിച്ചെടുത്തതോടെ തലസ്ഥാനത്തെ പാർട്ടിയുടെ സ്വാധീനം നഷ്ടപ്പെട്ടതിൽ സഖാക്കൾക്കിടയിൽ വലിയ അമർഷം ഇപ്പോൾ പുകയുന്നുണ്ട്. ആര്യ രാജേന്ദ്രന്റെ തീരുമാനങ്ങളും ഭരണപരമായിട്ടുള്ള അറിവില്ലായ്മയും പാർട്ടിയെ ഇത്ര വലിയൊരു പതനത്തിലേക്ക് എത്തിച്ചുവെന്ന വികാരമാണ് ഭൂരിഭാഗം പേരും പങ്കുവയ്ക്കുന്നത്. VK പ്രശാന്ത് MLA ഓഫീസുമായി ബന്ധപ്പെട്ട് കൗൺസിലർ R ശ്രീലേഖ സ്വീകരിച്ച നിലപാടാണ് നിലവിലെ രാഷ്ട്രീയ തർക്കങ്ങളെ കൂടുതൽ വഷളാക്കി മാറ്റിയിരിക്കുന്നത്. ശാസ്തമംഗലം വാർഡിലെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന MLA ഓഫീസ് ഒഴിഞ്ഞു തരണമെന്ന ശ്രീലേഖയുടെ കർശന നിർദ്ദേശം CPM വലിയ രീതിയിൽ ഇപ്പോൾ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. തനിക്ക് ഔദ്യോഗികമായിട്ട് പ്രവർത്തിക്കാൻ മറ്റൊരിടമില്ലാത്തതിനാൽ തന്നെ നഗരസഭയുടെ കീഴിലുള്ള കെട്ടിടം വിട്ടുതരണമെന്ന ശ്രീലേഖയുടെ ആവശ്യം നിയമപരമായിട്ടും രാഷ്ട്രീയമായും വലിയൊരു വെല്ലുവിളിയാണ് ഇപ്പോൾ ഉയർത്തുന്നത്. എന്നാൽ അടുത്ത വർഷം മാർച്ച് വരെ കെട്ടിടത്തിന്റെ വാടക കരാർ നിലവിലുണ്ടെന്നും കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് ഒഴിഞ്ഞു തരാൻ കഴിയില്ലെന്നുമാണ് VK പ്രശാന്ത് വ്യക്തമാക്കുന്നത്. ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള ഈ ഒരു പോര് അത് തെരുവുകളിലേക്കും സോഷ്യൽ മീഡിയയിലേക്കും ഇപ്പോൾ പടർന്നിരിക്കുകയാണ്. മുൻ മേയർ ആര്യ രാജേന്ദ്രനെ കേന്ദ്രീകരിച്ചുള്ള സൈബർ ആക്രമണങ്ങളും ട്രോളുകളും മുമ്പെങ്ങുമില്ലാത്ത വിധം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. BJPയുടെ വിജയത്തിന് വഴിയൊരുക്കിയത് ആര്യയുടെ പിടിപ്പുകേടാണെന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ പോലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമാണ്. എന്നാൽ പ്രതിപക്ഷ ഗ്രൂപ്പുകളെക്കാൾ ഉപരിയായിട്ട് CPMനെ അനുകൂലിക്കുന്ന സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് തന്നെ ആര്യക്കെതിരെ ഇപ്പോൾ കടുത്ത ഭാഷയിലുള്ള വിമർശനങ്ങൾ വരുന്നത് പാർട്ടിയെ ഞെട്ടിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെട്ടതോടെ പല വാർഡുകളിലെയും വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുമെന്നും BJPയുടെ രാഷ്ട്രീയ അജണ്ടകൾക്ക് തലസ്ഥാനം വേദിയാകാനായിട്ട് ആര്യ കാരണമായി എന്നും അണികൾ ആരോപിക്കുന്നു. മുൻപ് മേയർ ബ്രോ എന്നറിയപ്പെട്ടിരുന്ന VK പ്രശാന്ത് ഉണ്ടാക്കിയെടുത്ത ജനപ്രീതി ആര്യയുടെ കാലഘട്ടത്തിൽ പാടെ ഇല്ലാതായെന്നാണ് പാർട്ടിക്കുള്ളിലെ പൊതുവായിട്ടുള്ള വിലയിരുത്തൽ. ആര്യ രാജേന്ദ്രന്റെ ഭരണകാലത്ത് നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന സാമ്പത്തിക ക്രമക്കേടുകളും അഴിമതികളും വരും ദിവസങ്ങളിൽ പാർട്ടിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുമെന്ന് ഉറപ്പാണ്. BJP നേതൃത്വം ഈ വിഷയത്തിൽ ശക്തമായ അന്വേഷണം വേണമെന്ന ആവശ്യവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. പിൻവാതിൽ നിയമനങ്ങളും കരാറുകളിലെ ക്രമക്കേടുകളും അന്വേഷണ പരിധിയിൽ വന്നാൽ പല ഉന്നത നേതാക്കൾ പ്രതിക്കൂട്ടിലാകാനായിട്ട് സാധ്യതയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ ഇപ്പോൾ നിൽക്കെ ഇത്തരം അഴിമതി ആരോപണങ്ങൾ പാർട്ടിയുടെ പ്രതിച്ഛായയെ തന്നെ സാരമായി ബാധിക്കുമെന്ന് CPM നേതൃത്വം ഭയപ്പെടുന്നു. ആര്യയെ മുൻനിർത്തി നടന്നുവെന്ന് പറയപ്പെടുന്ന ഇടപാടുകൾ ക്രമക്കേടുകളൊക്കെ തന്നെ പുറത്തു വന്നാൽ അത് തിരുവനന്തപുരത്തെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാവി തന്നെ അപകടത്തിലാക്കിയേക്കാം. കൗൺസിലർ R ശ്രീലേഖയുടെ നടപടിക്കെതിരെ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉന്നയിച്ച വിമർശനങ്ങൾ വലിയ രാഷ്ട്രീയ വിവാദത്തിന് ഇപ്പോൾ തിരികൊളുത്തിരിക്കുകയാണ്. ശ്രീലേഖയുടേത് അഹങ്കാരമാണെന്നും സർവീസ് കാലത്തെ സ്വഭാവം അവർ തുടരുകയാണെന്നുമുള്ള കടകംപള്ളിയുടെ പ്രസ്താവനയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. കടകംപള്ളി സുരേന്ദ്രന്റെ മുൻകാല നിലപാടുകളെയും ശബരിമല വിഷയത്തെയും മുൻനിർത്തി പ്രതിപക്ഷം അദ്ദേഹത്തെ പരിഹസിക്കുകയാണ്. അഴിമതി ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്ന നേതാക്കൾ മറ്റുള്ളവരെ അഹങ്കാരികളെന്ന് വിളിക്കുന്നത് വൈരുദ്ധ്യമാണെന്നാണ് വിമർശകരുടെ പക്ഷം. ഈ വാക്പോര് BJPയും CPMും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലായിട്ട് മാറിക്കഴിഞ്ഞു. ചുരുക്കത്തിൽ ആര്യ രാജേന്ദ്രന്റെ രാഷ്ട്രീയ ഭാവി വലിയൊരു ചോദ്യചിഹ്നമായി ഇപ്പോൾ അവശേഷിച്ചിരിക്കുകയാണ്. വരാനിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിലും ആര്യയെ മത്സരിപ്പിക്കാനായിട്ട് പാർട്ടി തയ്യാറാകില്ലെന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പാർട്ടിക്കുള്ളിലെ മുതിർന്ന നേതാക്കൾ മുതൽ സാധാരണ അണികൾ വരെ ആര്യയുടെ ഭരണശൈലിയോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ജനവികാരം പാർട്ടിക്കെതിരാക്കി മാറ്റുന്നതിൽ ആര്യയുടെ നിലപാടുകൾ വലിയ പങ്കുവഹിച്ചെന്ന് പാർട്ടി യോഗങ്ങളിൽ പോലും വിമർശനം ഉയർന്നു കേട്ടു. BJP നഗരസഭ ഭരണം പിടിച്ചെടുത്ത ആവേശത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നഷ്ടപ്പെട്ട സ്വാധീനം തിരിച്ചുപിടിക്കാനായിട്ട് CPMന് വലിയ പ്രയത്നം തന്നെ ഇനി വേണ്ടിവരും. ഈ രാഷ്ട്രീയ പോരാട്ടം വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചാ വിഷയമായി തുടരുമെന്ന കാര്യം ഉറപ്പാണ്.